ഇന്ന് നമ്മൾ വന്നത് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാനാണ്. അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇവിടെ ഉണ്ട്, പിന്നെ ഉള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, തേങ്ങ, പിന്നെന്താ മറ്റേ പൊടി, അരിപ്പൊടി ഉണ്ട്, പിന്നെ ഉപ്പിട്ട വെള്ളമുണ്ട്, എന്താ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതൊക്കെ എന്താ പൊടി അതൊന്നും എനിക്കറിയില്ല. എന്താ മറ്റേ ഇതൊക്കെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. അപ്പം ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുന്നത്. കുഞ്ഞിപ്പത്തിരി ആണപ്പത്തിരി എന്ന് പറയും. അപ്പോൾ ഗ്യാസ് കത്തിച്ച് കുക്കർ വെക്കുക. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ വെച്ച് ചിക്കൻ കൊണ്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ആണപ്പത്തിരി ചിക്കൻ കൊണ്ടും ബീഫ് കൊണ്ടും എല്ലാം കൊണ്ടും ഉണ്ടാക്കാം. അപ്പം ഞാൻ ചിക്കൻ ഇപ്പം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ട് ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിപ്പോൾ പിന്നെ നല്ലൊരു രാവിലെയും വൈകുന്നേരവും ഏത് സമയങ്ങളിൽ നമുക്ക് നല്ലൊരു ഡിഷായത് എപ്പോൾ തിന്നാൻ പറ്റുന്ന. നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാം. എന്തുകൊണ്ട് എങ്ങനെ വേണം ഉണ്ടാക്കാം. എപ്പോൾ തിന്നാലും ആർക്കും ഇഷ്ടമല്ലേ, എങ്ങനെ വേണം ഇത് ഉണ്ടാക്കാം. ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി എന്താക്കാം, ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി വഴക്കാം. ഉള്ളി അത് നല്ല വഴന്ന് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനങ്ങളൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ ഇറച്ചിക്കറി എങ്ങനെ വെക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ എന്താക്കണം, ചിക്കൻ കറി ഉണ്ടാക്കി വെക്കണം. ഇത് എന്താക്കണോ, ഈ പൊടിനോണ്ട് ഇങ്ങനെ ഉരുട്ടാക്കിയിട്ട് എന്താക്കണം, അതിലേക്ക് ഇടണം. അപ്പോൾ സാധനം റെഡി. വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതെ. ഇത് കഴിഞ്ഞ ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അത് ഫുള്ളും ഇതിലേക്ക് ഇടണം. ഉള്ളി, തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇതെല്ലാം നല്ലോണം വാടി ഇതായിട്ട് ഇപ്പം തക്കാളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി എല്ലാം എന്താ പറയുക, മറ്റേ പൊടി, മല്ലിപ്പൊടി തന്നെ ആ പൊടി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇടുന്നത് ഗരം മസാലപ്പൊടിയാണ്. ഒരു പൊടി മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി അല്ലേ? ഗരം മസാല അതന്നെ, ശരിയാണ്, ഗരം മസാലപ്പൊടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ടെറർ മമ്മിയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അങ്ങ് കലക്കണം. നല്ലോണം മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചിക്കൻ ഇതിലോട്ട് ഇടണം. അതിട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പിന്നെ അവിടെ വെക്കുക. അത്ര തന്നെ. എന്നിട്ട് നല്ലോണം ഇങ്ങനെ പതിച്ച് വരണം. അപ്പം എന്താക്കും, കുക്കറിൻ്റെ മൂടി വലിയ എടുത്തിട്ട് ഇത്തിരി ഉപ്പ് കൂടി ഉപ്പിടാൻ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ലേശം ലേശം കൂടി ഇത്തിരി ഉപ്പ് കൊടുത്ത് നമ്മളിത് കാണുന്ന കുക്കറിൽ മൂടി എടുത്തിട്ട് ഇങ്ങനെ മൂടണം. മൂടി എടുത്തിട്ട് നമ്മളിങ്ങനെ മൂടി വെക്കണം. മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഇറച്ചി അടുപ്പത്ത് വെച്ച് ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരി കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒറോട്ടി പൊടി പൊടിച്ചിട്ട് ഇവിടെ വെച്ചത്. അതിപ്പോൾ ഇതിലേക്ക് ഒറോട്ടിപ്പൊടി പൊടിക്കി അതല്ല, ഒറോട്ടിപ്പൊടിയല്ല, നമ്മൾ അരിപ്പൊടി പൊടിച്ചതാണ്. ഒറോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പാക്കറ്റാണ് നമ്മൾ വാങ്ങിയത്, അതാണ് പറഞ്ഞിട്ടും. അപ്പം ഇതിലേക്ക് നമ്മൾ എന്തിടണം, ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും
മഞ്ഞപ്പൊടിയും എഗ് മുട്ടയും തേങ്ങയും കൂട്ടി ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതായി. മുട്ടയില്ല ഇതിലേക്ക് ഇട്ട് ഈ അരിയൊക്കെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. പൊറോട്ടയും കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ഇട്ടത്. അതാണ് നമുക്ക് മുട്ട പോലെ ഉണ്ടാവും. അപ്പോൾ വെള്ളം ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ചിക്കൻ കറി റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരി ഇവിടെ ഞാൻ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അധികം ആയിരുന്നു നമുക്ക് ബോൾസാക്കി ചുറ്റാനുള്ള പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ച് വെക്കാം. അപ്പോൾ ഓരോരോ ബോൾസ് ആക്കിയിട്ട് ഇതുപോലത്തെ ബോൾസായി ഇങ്ങനെ പ്രസ്സാക്കി വരാം. അതേപോലെ തന്നെ ഇങ്ങനെ ബോൾസാക്കാൻ ഇങ്ങനെ പ്രസ് ഇതുപോലെ ബോൾസൊക്കെ പ്രസ് ഇങ്ങനെ ആക്കി ഇതുപോലെ ഫുൾ ഈ അരി മൊത്തം ഇങ്ങനെ തന്നെ നമ്മളിങ്ങനെ ചെയ്തെടുക്കാം. ദേഷ്യം പിടിച്ച് പിണങ്ങിയിരിക്കുന്ന അഫൂനെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊരിക്കുന്നത്. ഫുള്ള് ഇതിപ്പോൾ ഇതുപോലെ തന്നെ ബോൾസാക്കി നമുക്ക് ഉരുട്ടിയിടാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ പൊടിയെല്ലാം അങ്ങനെ ചെയ്തെടുക്കാം. ഫുള്ള് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയിൽ ഞാൻ വലിയ ജീരകവും ഉള്ളിയും പിന്നെ ഇട്ട് മിക്സിയിൽ അടിച്ചെടുത്തതായിരുന്നു. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലോണം തിളച്ച് വരുമ്പം നമുക്ക് നമ്മൾ ആ കുഞ്ഞിപ്പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പതിച്ച് വരുമ്പോൾ ഇവിടെ ഗൈസ് നമ്മളെ കുഞ്ഞിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി നല്ല പതച്ച് വരുന്നുണ്ട്. അപ്പം ഇത് ഈ കുഞ്ഞിപ്പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എന്തൊക്കെ നല്ലോണം മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്യണം. ഒന്നും കൂടി തിളച്ച് വന്നാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കുഞ്ഞിപ്പത്തിരി റെഡിയായി. നമ്മളെ കുഞ്ഞിപ്പത്തിരി ഗൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. ഇറച്ചി ഇത് കൂടിയിട്ട് ഗൈസ് നമ്മളുടെ കുഞ്ഞിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. റെഡിയാക്കി. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ഇതേപോലെ ഉണ്ടാക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.